എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് റോബസ്റ്റ പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഒരു പഴം പൊരിച്ചത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നത്, ഒരുപാട് ഇഷ്ടപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം നമുക്ക് പഴം, അതായത് ഒരുപാട് പഴുത്ത് പോകാത്ത കുറച്ച് ഇത്ര ഏകദേശം ഈ ഒരു രീതിയിലുള്ള പഴം ആയി കഴിയുമ്പോഴത്തേക്കും, ഒരുപാട് പഴുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലുള്ള പഴുപ്പാകുമ്പോഴത്തേക്കും നമുക്കത് എടുത്തിട്ട് റെഡിയാക്കാം. കുഞ്ഞുങ്ങൾക്ക് പഴമൊക്കെ തന്നെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വേറെ നരച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഴം കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിപ്പോൾ ഒരു ഏകദേശം 4 പഴത്തോളം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാവേ. നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കാവേ. നമ്മുടെ ശർക്കര നല്ലപോലെ പാനിയായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആ പഴം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും ജീരകവും പഞ്ചസാരയും കൂടെ പൊടിച്ചാണ് കേട്ടോ. നമുക്കത് ഒരു സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഴം ഫ്രൈ ഇവിടെ നല്ലപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികളൊന്നും പഴം കഴിക്കാനാത്തവർക്കൊക്കെ നല്ലപോലെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ അവർ നല്ലപോലെ കഴിക്കും കേട്ടോ. കാരണം ആവശ്യത്തിന് മധുരവും തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ടും മാത്രമല്ല, ഇത് ഒരുപാട് പഴുത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിങ്ങനെ ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് അത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ചെറിയ പഴുപ്പാകുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു രീതി ആകുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കണം. എല്ലാ ദിവസവും നമ്മൾ ട്രാവലിങ്ങും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആണ് ഇടുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ കുക്കി വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഒക്കെ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ പഴം പുഴുങ്ങിയും പിന്നെ നമ്മൾ വേറെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ അല്ലേ നമ്മൾ കൂടുതലും കഴിക്കുന്നത്. ഇങ്ങനെയൊന്നും നമ്മൾ കഴിക്കുന്നില്ലല്ലോ. ഇതിനകത്ത് നമ്മൾ അങ്ങനെ കൂടുതൽ എണ്ണയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ശർക്കര പാനിയാക്കിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അല്ല ആവി വറുക്കുന്ന നല്ല പഴം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കണം. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.